PM ശ്രീ പദ്ധതിയിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ നിലപാട് തള്ളി CPI മുഖപത്രം ജനയുഗം. PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കേണ്ടെന്നും പദ്ധതി വിഭാവനം ചെയ്യുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ കേരളത്തിൽ ഇപ്പോൾ തന്നെ ഉണ്ട് എന്നുമാണ് ജനയുഗത്തിന്റെ മുഖപ്രസംഗത്തിൽ പറയുന്നത്. വിശദാംശങ്ങളുമായി MG പ്രതീഷ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, നേരത്തെ മന്ത്രി വി ശിവൻകുട്ടി ബിനോയ് വിശ്വം സ്വീകരിച്ച നിലപാടിനെ പരസ്യമായി തള്ളിയിരുന്നു. അതിനുള്ള മറുപടിയായി ഇപ്പോൾ CPIയുടെ മുഖപത്രത്തിന്റെ മുഖപ്രസംഗം വരുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ പ്രതീഷ്? ഉന്മേഷ, PM ശ്രീ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ കടുത്ത വിയോജിപ്പാണ് CPI നേരത്തെ തന്നെ അറിയിച്ചിരുന്നത്. ബിനോയ് വിശ്വം പരസ്യമായി ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. പക്ഷേ ഈ CPI നിലപാട് നേരത്തെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി തള്ളുകയും ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇതിനെതിരെ CPI മുഖപത്രമായ ജനയുഗത്തിൽ തന്നെ ലേഖനം എഴുതിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ തന്ത്രങ്ങൾക്ക് കേരളം വഴങ്ങരുത് എന്ന മുന്നറിയിപ്പ് കൂടിയാണ് CPI മുഖപത്രത്തിലൂടെ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കാരണം കൃത്യമായൊരു വിദ്യാഭ്യാസ നയം കേരളത്തിന് ഉണ്ട്. PM ശ്രീയിൽ ചേരാത്തതിനാൽ നേരത്തെ ഈ ഫണ്ട് തടഞ്ഞു വയ്ക്കുന്നൊരു നിലപാടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത്തരത്തിൽ ഒരു പദ്ധതി നടപ്പാക്കാമെന്ന ഒരു സമീപനം സർക്കാർ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഫണ്ട് തടഞ്ഞു വയ്ക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നടപടിയെ കൂടി CPI മുഖപത്രം വിമർശിക്കുന്നുണ്ട്. ഒപ്പം ഈ പദ്ധതി വിഭാവനം ചെയ്യുന്ന അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ നിലവിൽ കേരളത്തിൽ ഉണ്ട്. സ്മാർട്ട് ക്ലാസ് റൂം, ഇന്റർനെറ്റ് കണക്ടിവിറ്റി എന്നിവ ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ വിദ്യാഭ്യാസ നയം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പറയുന്ന വിദ്യാഭ്യാസ നയം പിന്തുടരേണ്ട ഒരു സാഹചര്യം കേരളത്തിൽ ഇല്ല എന്നും PM ശ്രീ പദ്ധതി ഇവിടെ ആവശ്യമില്ല എന്ന് കൂടിയാണ് CPI വീണ്ടും പറഞ്ഞു വയ്ക്കുന്നത്. ഉന്മേഷ്, ശരി. MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.